അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിന്റെ കുന്നത്തൂർ നിയോജക മണ്ഡലതല ഉദ്ഘാടനം നടത്തി. തേവലക്കര ഗേൾസ് ഹൈസ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിന്റെ കുന്നത്തൂർ നിയോജക മണ്ഡലതല പ്രവർത്തനോദ്ഘാടനമാണ് തേവലക്കര ഗേൾസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചത്. കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ വർഷത്തെയും ജൂൺ മാസം 26-ാം തീയതി ലഹരി വിരുദ്ധ ദിനമായി ലോകത്ത് ആചരിക്കണം. എല്ലാ രാഷ്ട്രങ്ങളിലും നടക്കണം. യുദ്ധം നടക്കുന്ന രാഷ്ട്രത്തിൽ പോലും, യുദ്ധം നടക്കുന്ന ഇസ്രായേലായാലും ഇറാനിലായാലും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ലഹരി വിരുദ്ധ ദിനമായി ഇന്ന് ആചരിക്കുന്നു. നേരത്തെ ഞങ്ങളുടെ വിവിധ തലങ്ങളിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസും സ്കൂളുകളും ഗ്രന്ഥശാലകളും വായനശാലകളും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ലഹരി വിരുദ്ധത്തിനെതിരായി, ലഹരി ഉപയോഗത്തിനെതിരായി, രാസലഹരി ഉപയോഗത്തിനെതിരായി അവയർനെസ് പ്രോഗ്രാം നിരവധി ഘട്ടങ്ങളിൽ നടപ്പിലാക്കി. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു. കുന്നത്തൂർ തഹസിൽദാർ സുനിൽ RK സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ S. രഞ്ജിത്ത്, ജയദേവി മോഹൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ R. ഗീത, വർഗീസ് ചരകൻ, ബിനു മംഗലത്ത, ശ്രീജ SK, വത്സലകുമാരി K, ഡോക്ടർ C. ഉണ്ണികൃഷ്ണൻ, S. ശ്രീകുമാർ, V. രാധാകൃഷ്ണൻ, ലാലി KG, മിനി സൂര്യകുമാർ, ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജി രാമചന്ദ്രൻ, ലാലി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ആ കറ ഉപയോഗിച്ച് ഒരു സംസ്കാരത്തെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ഏഷ്യൻ സംസ്കാരത്തെ നശിപ്പിക്കാൻ ഒരു യൂറോപ്യൻ ശക്തികൾ ശ്രമിച്ചതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ആ യുദ്ധം ജൂൺ 26 എന്ന് പറയുന്ന ഒരു തീയതിയായിരുന്നു. അതിന്റെ ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 ഈ ഒരു പ്രോഗ്രാം തിരഞ്ഞെടുക്കാനായിട്ട് ഉണ്ടായ കാരണം. ഇതിൽ നിന്ന് നമ്മൾ വ്യക്തമാവുന്നത്, നമ്മൾ ആർക്കും അടിമപ്പെടേണ്ടവരല്ല. നമ്മളെ അടിമപ്പെടുത്താൻ ഒരു ലഹരിക്ക് കഴിയരുത് എന്നുള്ളൊരു സന്ദേശമാണ് നമുക്ക് ഈ ഒരു വേദിയിൽ പറയാനുള്ളത്. ലഹരി എല്ലാവർക്കും അറിയാം, അതൊരു മാനസികമായും ശാരീരികമായും ആരോഗ്യപരമായും എല്ലാ തരത്തിലും നമ്മളെ കീഴ്പ്പെടുത്തുന്ന ഒന്നാണ്. അതിനെതിരെ നമ്മളെല്ലാവരും ഒരു യോദ്ധാക്കളെ പോലെ അതിനെതിരെ പോരാടാൻ വേണ്ടി ശ്രമം നടത്തണം. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.